ഹലോ എവ്രിവൺ, പുതിയൊരു പ്രപ്പോയ്സ് CUET വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പല യൂണിവേഴ്സിറ്റീസും അവരുടെ എലിജിബിലിറ്റി റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊരുപാട് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ, കാരണം ജനറൽ ടെസ്റ്റ് വഴിയൊക്കെ ഒരുപാട് വിഷയങ്ങളിലേക്കുള്ള എൻട്രി, നമ്മുടെ ഇഫ്ലുവിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്ര പെട്ടെന്നാണ്, അതായത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച വിഷയം വെച്ചിട്ട് തന്നെ ഒരു ജനറൽ ടെസ്റ്റും അതുപോലെ ഇംഗ്ലീഷും മാത്രം കമ്പൽസറി ആയിക്കൊണ്ടുള്ള ഒരു എലിജിബിലിറ്റിയാണ് ഇഫ്ലു ഒക്കെ പുറത്തുവിട്ടത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പുറത്തു വിട്ടിട്ടുണ്ട്, അവരുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ പുറത്തു വിട്ടിട്ടുണ്ട്. ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് അവർ CUET വഴി അഡ്മിഷൻസ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പുറത്തു വിട്ടിട്ടുണ്ട്. പോണ്ടിച്ചേരി വിശേഷങ്ങളിലേക്ക്, പോണ്ടിച്ചേരി ക്രൈറ്റീരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വാർത്ത, കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഈ വാർത്ത, കൂടുതൽ മാതാപിതാക്കളിലേക്ക് ഈ വാർത്ത എത്തിക്കുന്നതിനായിട്ട് മാക്സിമം അറിയാവുന്ന ഗ്രൂപ്പുകൾ, ക്ലാസ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഫാമിലി ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏതൊരു ഗ്രൂപ്പിലും ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. എല്ലാവരും CUETയെ പറ്റി അറിയട്ടെ, എല്ലാവരും CUET എഴുതട്ടെ. സോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി, അതുപോലെ അഡ്മിഷൻ ക്രൈറ്റീരിയാസ് ഏതൊക്കെ, UG കോഴ്സുകൾ ഏതൊക്കെയാണ് CUET വഴി അവർ സ്റ്റുഡൻസിനെ എടുക്കാൻ പോകുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. പോണ്ടിച്ചേരി റിലീസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഈ പറയിൽ കാണുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് UG കോഴ്സുകളിലേക്ക്, പോണ്ടിച്ചേരിയിൽ ഉള്ള UG കോഴ്സുകളിലേക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് CUET വഴി അഡ്മിഷൻസ് എടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ കാണുന്നത്. സോ അതിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് കോഴ്സുകൾ എന്നുള്ളത്. സോ അതിന് മുമ്പ് പറയുന്നൊരു പാരഗ്രാഫ് അവർ പറയുന്നത്, ടൈറ്റിൽ തന്നെ നിങ്ങൾക്കറിയാം, അഡ്മിഷൻ 2022-23 ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസ്, എല്ലാം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആണ്. അതിൽ ഇറ്റ് ഈസ് നോട്ടിഫൈഡ് ഫോർ ദ ഇൻഫർമേഷൻ ഓഫ് ഓൾ കൺസേൺഡ് ദാറ്റ് ദ അഡ്മിഷൻ ടു ദ ഫോളോയിങ് ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് വിൽ ബി ബേസ്ഡ് ഓൺ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അഥവാ നമ്മുടെ CUET UG 2022 ടു ബി കണ്ടക്റ്റഡ് ബൈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, NTA നടത്താൻ പോകുന്ന CUET. അതായത് ഇനി ഒരുപാട് കുട്ടികൾ പല വീഡിയോസും കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല, വന്ന് ചോദിച്ചിരുന്നു, HCU CUET ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, പോണ്ടിച്ചേരി CUETയുടെ ഒക്കെ ഒരു ഭാഗമാണോ, കാരണം അവരൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അവരുടെയൊക്കെ ഒഫീഷ്യൽസ് എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ CUETയുടെ ഭാഗമാണ് എന്നുള്ളത്. സോ ഈ നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ സന്തോഷമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഞങ്ങൾ സന്തുഷ്ടരാണ്, നിങ്ങളുടെ സന്തോഷമാണല്ലോ ഞങ്ങളുടെ സന്തോഷം. സോ പോണ്ടിച്ചേരിയുടെ വിശേഷങ്ങൾ എല്ലാം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫെർദർ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ കോഴ്സസ് പറയുന്നത് MSc അപ്ലൈഡ് ജിയോളജി, MSc കെമിസ്ട്രി, MSc ഫിസിക്സ്, MSc മാത്തമാറ്റിക്സ്, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ്, MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA സോഷ്യോളജി, MA സീൽ. MA സീൽ എന്താണെന്ന് അറിയാത്തവർക്ക്, MA സീലിനെ പറ്റി ഇനിയും അവെയർ ആവാത്തവർക്ക് പ്രപ്പോയ്സിൻ്റെ വീഡിയോസിൽ തന്നെ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും. കോഴ്സ് സ്പോട്ട്ലൈറ്റിൽ MA സീൽ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, നിങ്ങൾ എടുത്ത് കാണുക. ഫ്രാൻസിൽ പോകാനുള്ളൊരു അവസരമാണ് MA സീൽ. ഫ്രാൻസിൽ പോവുക മാത്രമല്ല, നിങ്ങൾ അത്യാവശ്യം പണിയെടുത്തു കഴിഞ്ഞാൽ അവിടെ സെറ്റിൽ ആവാനുള്ള ഒരു അവസരം വരെ MA സീലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അങ്ങനത്തെ ഒരു കോഴ്സാണ് MA സീൽ. അപ്പം ഈ ഒരു 10 കോഴ്സുകളിലേക്കുള്ള എൻട്രി, അതുപോലൊരു കോഴ്സിലേക്കൊക്കെയുള്ള ഒരു എൻട്രിയാണ് CUET 2022. പോണ്ടിച്ചേരി ഉണ്ടോ എന്നുള്ള സംശയം മാറിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കിട്ടാൻ വേണ്ടി ഈ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയുള്ള പ്രയത്നം തുടരാം. പിന്നെ പറയുന്നതൊക്കെ കുറച്ച് പഴയ ഡീറ്റെയിൽസ് ആണ്. ഇവർ അറിഞ്ഞിട്ടില്ല NTAയുടെ നോട്ടിഫിക്കേഷൻ വന്നു. 6-ാം തീയതിയാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ ഒരു തീയതിയായി, 2-ാം തീയതിയൊക്കെ എന്നേ കഴിഞ്ഞു എന്നുള്ള കാര്യമൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. സോ അവർ പറയുന്നത് 2-ാം തീയതി പോർട്ടൽ തുടങ്ങും എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പറയേണ്ട ഒരു കാര്യം, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അത് സന്ദർശിച്ച് കഴിയുമ്പോൾ, അല്ല അത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, CUETയുടെ ഈ ഒരു പോർട്ടൽ, CUETയുടെ അപ്ലിക്കേഷൻ പോർട്ടലിലേക്കുള്ള ലിങ്ക് തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് തന്നെ, ഈ നോട്ടിഫിക്കേഷൻസും ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ, ആ ഒരു വെബ്സൈറ്റിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ CUET അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് പോർട്ടൽ ഓപ്പൺ ആവുക 6-ാം തീയതി തൊട്ടേ ഉള്ളൂ. സോ നാളെ നിങ്ങൾ പോയിട്ട് നോക്കി അയ്യോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. 6-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ തുടങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 2-ന് വരുമെന്ന് പറഞ്ഞ് 2-ന് വന്നില്ല. സോ 6-ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ 6-ന് വന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഈ യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ ഉള്ള അഡ്മിഷൻ 6-ഓ 8-ഓ 10-ഓ ആയിട്ട് തുടങ്ങിയാലും അതനുസരിച്ച് അവർ അങ്ങോട്ട് ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യും. 30 ദിവസം എങ്ങനെയാണെങ്കിലും അപ്ലൈ ചെയ്യാൻ കിട്ടും. CUET എവിടെയും പോകാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ക്രൈറ്റീരിയാസ് ഇതാണ് അവർ പറയുന്ന അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ പോണ്ടിച്ചേരിയിലെ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാംസും അതിലേക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണ്
അതുപോലെ ഏതൊക്കെ ഡൊമൈൻ സബ്ജക്ട്സിന് അപ്പിയർ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും പ്രിസൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ, എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. അപ്പോൾ കോഴ്സ് കോഡാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്, പിന്നെ ടൈറ്റിൽ ഓഫ് PG കോഴ്സ് ആൻഡ് സബ്ജക്റ്റ്, അതുപോലെ ഇൻടേക്ക് എത്ര കുട്ടികളെ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം വരെ അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ CUET 2022 UG ഡൊമൈൻ സബ്ജക്ട്സ്, ഏതൊക്കെ ഡൊമൈൻ സബ്ജക്ട്സ് ആണ് നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത് ഈ കോഴ്സുകൾ പഠിക്കാൻ എന്നുള്ള കാര്യം. സോ ഇങ്ങനെ 5 ടൈറ്റിൽസ് ഉണ്ട്. സോ അതിൽ വരുന്ന ടോപ്പിക്സ് നമുക്ക് നോക്കാം. അപ്പം കോഴ്സ് കോഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, അത് അവിടെ ചെന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലൂടെ പോവാം. ആദ്യം പറയുന്നത് 5-year ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ഫോർ +2 സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ ഓഫ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് അപ്ലൈഡ് സയൻസസ്. നമുക്കറിയാം ഇൻ്റഗ്രേറ്റഡ് MScയുടെ കാര്യമാണ് അവർ പറയുന്നത്. അതിൽ MSc അപ്ലൈഡ് ജിയോളജി ഉണ്ട്, 39 സീറ്റ്സ് ആണ്. MSc കെമിസ്ട്രി ഉണ്ട്, 39 സീറ്റ്സ് ആണ്. MSc ഫിസിക്സ് ഉണ്ട്, അതും 39 സീറ്റ്സ് ആണ്. സോ ഇത് 3ലേക്കുമുള്ള കാര്യം ഇവർ ഒരുമിച്ച് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ 3ലേക്കുള്ള എലിജിബിലിറ്റിയും ഡൊമൈൻ സബ്ജക്ട്സും സിമിലർ ആണ്. അപ്പം എലിജിബിലിറ്റി ആയിട്ട് അവർ പറയുന്നത് പാസ് ഇൻ +2 വിത്ത് 50% ഓഫ് മാർക്സ് ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. +2-ൽ മറ്റ് പല യൂണിവേഴ്സിറ്റികളുടെ എലിജിബിലിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സയൻസ് വിഷയം പഠിക്കാൻ അവരൊക്കെ ചോദിക്കുന്ന ബേസിക് എലിജിബിലിറ്റി ആയിട്ടുള്ള 50% +2-ലെ മാർക്കും നിങ്ങൾ മുമ്പ് ഒരു സയൻസ് സ്ട്രീം സ്റ്റുഡൻ്റ് ആയിരിക്കണം. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് BSc അപ്ലൈഡ് ജിയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നീ കോഴ്സുകൾ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനുള്ളൂ. സോ അതാണ് അവർ പറയുന്ന എലിജിബിലിറ്റി. ഇനി നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ട എക്സാംസും അത് തന്നെയാണ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. ഇതിനെപ്പറ്റിയാണ് മുമ്പ് UGC ചെയർമാനൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ +2-ൽ പഠിച്ച വിഷയങ്ങളിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം, അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ +2-ൽ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സിലാണ് നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യേണ്ടത്. അത് പഠിച്ചിട്ടില്ലാത്തവർക്കാണ് ഈ ഒരു എക്സാം എഴുതാനും പറ്റില്ല. സോ അത് ക്ലിയർ ആയി തോന്നുന്നു. നമുക്ക് അടുത്ത കോഴ്സിലേക്ക് പോവാം. 5-year ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ഫോർ +2 സ്റ്റുഡൻസ് ഇൻ ദ രാമാനുജൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ്. അപ്പോൾ ആദ്യത്തത് അപ്ലൈഡ് ജിയോളജി, കെമിസ്ട്രി, ഫിസിക്സിലുള്ള MSc ആയിരുന്നെങ്കിൽ പിന്നെ വരുന്നത് മാത്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ഉള്ള MSc ആണ്. അതിൽ 3 കോഴ്സാണ് പറയുന്നത്: MSc മാത്തമാറ്റിക്സ്, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് 3-ലും 25 സീറ്റ്സ് ഈച്ച് ആണ്. സോ ടോട്ടൽ 75 സീറ്റ്സ്. അങ്ങനെ ടോട്ടൽ ആക്കേണ്ട ആവശ്യമില്ല, ഓരോ കോഴ്സിലും 25 സീറ്റ്സ് വീതമാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഇതിന് 3-നുമുള്ള എലിജിബിലിറ്റി സെയിം ആണ്. അതുപോലെ ഡൊമൈൻ സബ്ജക്ട്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മേലെ പറഞ്ഞ MSc കോഴ്സുകളുടെ അതേ ഡൊമൈൻ സബ്ജക്ട്സ് തന്നെയാണ് താഴെ പറഞ്ഞ ഈ കോഴ്സുകൾക്കും വേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ, ഇതിന് നിങ്ങൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളിലേക്ക് കൂടെ ഒരു എൻട്രി സാധിക്കും. പക്ഷേ എലിജിബിലിറ്റിയിലൂടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. മുമ്പ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ +2 പാസ്സായിരിക്കണം, 50% മാർക്ക് എന്നാണ് പറഞ്ഞെങ്കിൽ താഴേക്ക് വരുമ്പം 5-year ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ഫോർ +2 സ്റ്റുഡൻസ് ഇൻ ദ രാമാനുജൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ്. മാത്തമാറ്റിക്കൽ സയൻസസിലേക്ക് വരുമ്പം പാസ് ഇൻ +2 വിത്ത് എ മിനിമം ഓഫ് 50% ഓഫ് മാർക്സ് വിത്ത് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആസ് സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി. കാൻഡിഡേറ്റ്സ് വിത്ത് അതർ ബ്രാഞ്ചസ് ഇൻ +2 ആർ നോട്ട് എലിജിബിൾ ഫോർ ദിസ് പ്രോഗ്രാം. അങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് മേലെ പറഞ്ഞതുമായിട്ട് സിമിലർ ആണ്. പക്ഷേ ഈ അവസാനം എഴുതിയിട്ടുള്ള ഈ ഒരു സെൻറ്റൻസ് അതിലില്ല എന്നേ ഉള്ളൂ. കാരണം കാൻഡിഡേറ്റ്സ് വിത്ത് അതർ ബ്രാഞ്ചസ് ഇൻ +2 ആർ നോട്ട് എലിജിബിൾ ഫോർ ദിസ് പ്രോഗ്രാം എന്ന് മേലെ നമ്മുടെ അപ്ലൈഡ് കെമിക്കൽ, ഫിസിക്കൽ ആൻഡ് അപ്ലൈഡ് സയൻസസിൽ പറയുന്നില്ല. പക്ഷേ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ പറയുന്നുണ്ടത്. അതുകൊണ്ട് ആ ഒരു എലിജിബിലിറ്റിയിലുള്ള ചെറിയൊരു വ്യത്യാസം ഒഴികെ ബാക്കി ഡൊമൈൻ സബ്ജക്ട്സ് ഒക്കെ തന്നെ സിമിലർ ആണ് 2 സയൻസ് സ്ട്രീമുകൾക്കും, 2 സയൻസ് സ്കൂളുകൾക്കും. ഇനി നമ്മുടെ സോഷ്യൽ സയൻസിലേക്ക് വരാം. 5-year ഇൻ്റഗ്രേറ്റഡ് MA പ്രോഗ്രാം ഫോർ +2 സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ്. അപ്പോൾ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസും അതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റഡീസും ഓഫർ ചെയ്യുന്ന 3 കോഴ്സുകളാണുള്ളത്. 3 കോഴ്സുകൾ MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA സോഷ്യോളജി ആണ്. അപ്പോൾ 3 കോഴ്സുകളിലേക്കും 25 സീറ്റ്സ് ഈച്ച് ഉണ്ട്. ഇതിലെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2-ൽ നിങ്ങൾ ഏത് വിഷയമോ പഠിച്ചോ ആ വിഷയത്തിൽ 50% മാർക്ക്, അതാണ് ഇവർ ചോദിക്കുന്ന എലിജിബിലിറ്റി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റിയാണ്. ആർക്ക് വേണമെങ്കിലും +2 കഴിഞ്ഞ് +2 ജയിച്ച ഒരു വിദ്യാർത്ഥിക്ക് 50% ജയിച്ച ഒരു വിദ്യാർത്ഥി ഏത് സ്ട്രീമോ ആയിക്കോട്ടെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് CUET. അങ്ങനെ എഴുതുന്നതിലൂടെ സുഖമായി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ. അത്ര സുഖമാണോ എന്നുള്ളതൊരു ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് ഒരു സാധ്യത എപ്പോഴും കണക്കാക്കാം. സോ ജനറൽ ടെസ്റ്റ് വഴിയാണ് അവരുടെ ഡൊമൈൻ അവർ ആവശ്യപ്പെടുന്ന സെക്ഷൻ 3-ലെ ജനറൽ ടെസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് സയൻസ് വിദ്യാർത്ഥികൾക്കോ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനറൽ ടെസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അതിപ്പം ഡൊമൈൻ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഡൊമൈൻ സ്പെസിഫിക് ആയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ടെസ്റ്റ് ആയിരുന്നെങ്കിൽ സോഷ്യോളജി തന്നെ പഠിച്ച് നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സയൻസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കാത്ത ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് അതൊരു ബുദ്ധിമുട്ടായേനെ. പക്ഷേ ഇവിടെ അവരാവശ്യപ്പെടുന്ന ഒരു ജനറൽ ടെസ്റ്റ് മാത്രമാണ്. പോരാത്തതിന് ഏതൊരു സ്ട്രീമിൽ നിന്നും 50% മാർക്കോടുകൂടി പാസ്സായ ഏതൊരു വിദ്യാർത്ഥിക്കും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്, അല്ലെങ്കിൽ എഴുതുന്നതിലൂടെ കയറാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്ന
MA ഹിസ്റ്ററി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MA ഇൻ പൊളിറ്റിക്കൽ സയൻസ്, ഇൻ്റഗ്രേറ്റഡ് MA ഇൻ സോഷ്യോളജി എന്നീ കോഴ്സുകൾ. അപ്പോൾ അടുത്ത കോഴ്സ് വരുന്നത്, അടുത്ത സ്കൂൾ ഓഫ് സ്റ്റഡി വരുന്നത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് ആണ്. അതും 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MA പ്രോഗ്രാമാണ് ഫോർ +2 സ്റ്റുഡൻസ്. അതിനകത്ത് വരുന്ന 3 വിഷയങ്ങൾ എന്ന് പറയുന്നത് MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ്, MA സോഷ്യോളജി. 3 ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ്. 3ലേക്കും ഇൻടേക്ക് 25 ഈച്ച് ആണ്. 3ലേക്കുമുള്ള ക്രൈറ്റീരിയ സെയിം ആണ്. പാസ് ഇൻ +2 വിത്ത് എ മിനിമം ഓഫ് 50% മാർക്സ്. 50% മാർക്ക് ഏതൊരു സ്ട്രീമിലും +2 പഠിച്ചൊരു വിദ്യാർത്ഥി പാസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് എക്സാം എഴുതി CUETക്ക് അപ്പിയർ ചെയ്യാനും ഈ ഒരു കോഴ്സിലേക്ക് ഒരു എൻട്രി സാധ്യമാക്കാനുമുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റിയും ഇവിടെ ഉണ്ട്. പോരാത്തതിന് ഇത് ഒന്നുകൂടെ എളുപ്പമാക്കാൻ, കൂടുതൽ ആൾക്കാർക്ക് ഇത് ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റ് എന്നുള്ള രീതിക്കുള്ള ഒരു ടെസ്റ്റും അല്ലെ ഒരു എലിജിബിലിറ്റിയും ഈ ഒരു കോഴ്സുകളിലേക്ക് വെക്കുന്നില്ല. ഒരു ജനറൽ ടെസ്റ്റ് വഴിയായിരിക്കും ഈ 3 കോഴ്സുകളിലേക്കും, ഹിസ്റ്ററിയിലേക്കും പൊളിറ്റിക്കൽ സയൻസിലേക്കും സോഷ്യോളജിയിലേക്കും. ഇതിൻ്റെയൊക്കെ ഡൊമൈൻസ് ഓൾറെഡി അവൈലബിൾ ആണ് ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റുകളിൽ. എങ്കിൽ പോലും അത് കൺസിഡർ ചെയ്യാതെ ജനറൽ ടെസ്റ്റ് വഴിയാണ് നമ്മുടെ സ്റ്റുഡൻസിനെ പോണ്ടിച്ചേരിയിലേക്ക് അവർ എടുക്കുന്നത്. ജനറൽ ടെസ്റ്റിൻ്റെ ഒരു പവർ നിങ്ങൾ നോക്കണേ. ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് ഇത്രയും സബ്ജക്ട്സ് ഉള്ളപ്പോഴും ഈ ഒരു ജനറൽ ടെസ്റ്റ് വഴിയാണ് സ്റ്റുഡൻസിനെ എടുക്കുന്നത്. ഞാൻ മുമ്പ് വീഡിയോസ് പറഞ്ഞിരുന്നു, അതായത് ഒരു പക്ഷേ +2 പഠിക്കാത്ത വിഷയങ്ങൾ, ആ വിഷയങ്ങൾ കോളേജുകളിലേക്ക് എത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കാം ജനറൽ ടെസ്റ്റ് എന്ന്. ആ കോഴ്സുകൾക്ക് മാത്രമല്ല, ഇങ്ങനത്തെ കോഴ്സുകൾക്ക് വരെ യൂണിവേഴ്സിറ്റി അവരുടെ സൗകര്യം അനുസരിച്ച് ജനറൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനറൽ ടെസ്റ്റ് എല്ലാവരും തന്നെ പഠിച്ചെഴുതാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങിയവരുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, കീപ്പ് ഓൺ ഗോയിങ്. അങ്ങനെ ആ 9 കോഴ്സ് കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ 10ാമത്തെ കോഴ്സ് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MA SEAL പ്രോഗ്രാം ഫോർ +2 സ്റ്റുഡൻസ് ഇൻ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ. അത് തന്നെയാണ് MA SEALൻ്റെ ഫുൾ ഫോം. അപ്പോൾ MA SEAL മൊത്തം 20 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 20 സീറ്റിലേക്കാണ് ഒരുപക്ഷെ പോണ്ടിച്ചേരിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഒരു ആക്സെപ്റ്റൻസ് റേഷ്യോ ഉള്ളൊരു പരീക്ഷയായിരിക്കും MA SEAL. ഒരുപാട് കുട്ടികൾ എഴുതുന്നു, പക്ഷേ 20 സീറ്റ്സേ ഉള്ളൂ. അത്രയും ലിമിറ്റഡ് സീറ്റ്സ് ആണ്. കാരണം അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് MA SEAL. MA SEALലേക്ക് കടക്കാനായിട്ട് അവർ 3 ടൈപ്പിലുള്ള ഓപ്ഷൻസ് അല്ലെ 3 ടൈപ്പിലുള്ള എക്സാംസ് പാസ്സാവണമെന്ന് പറയുന്നു. 3 ടൈപ്പ് ഓഫ് എക്സാംസ് അല്ല ആക്ച്വലി, ഞാൻ വായിച്ചു തരാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങളുടെ ഹയർ സെക്കൻഡറി എക്സാം, സീനിയർ സെക്കൻഡറി സ്കൂളിലെ എക്സാം നിങ്ങൾ സ്റ്റേറ്റിൻ്റെയോ സെൻട്രൽ ബോർഡിൻ്റെയോ പാസ്സായിരിക്കണം. അതല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി ഓർ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. നമുക്കറിയാം +2 കാലത്ത് കേരളത്തിൽ +2 അല്ലായിരുന്നു, പ്രീ ഡിഗ്രി ആയിരുന്നു, കോളേജിലായിരുന്നു പഠിപ്പിക്കാറ്. അപ്പം അങ്ങനത്തെ സിസ്റ്റംസ് ഇപ്പോഴുള്ള സ്റ്റേറ്റ്സ് ഉണ്ടാവും. സോ അവർക്കൊക്കെ ആയിട്ട് പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവർക്ക് MA SEALലേക്കുള്ള എൻട്രി ഉണ്ട്. ഇതല്ലാതെ പറയുന്നൊരു കാര്യമുണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിൽ അലോ ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്രഞ്ച് ബാക്കലറേറ്റ്, അതായത് അവരെ സംബന്ധിച്ച് അവരുടെ +2 ആണ് ഫ്രഞ്ച്. അതായത് ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഒരു ഫ്രാൻസിലെ ഒരു കുട്ടിക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അക്കാഡമിക് കൗൺസിൽ സമ്മതിക്കുകയാണ്, അല്ലെ അതുമായിട്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വാളിഫിക്കേഷനാണ് ആ കുട്ടിക്കുള്ളതെങ്കിൽ ആ കുട്ടിക്കും, അതായത് നിങ്ങൾക്കറിയാം പോണ്ടിച്ചേരി ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. അങ്ങനെ പോണ്ടിച്ചേരിയുടെ ഫ്രാൻസിൻ്റെ ആ പണ്ട് തൊട്ടേ ഉള്ളൊരു ബന്ധം നിലനിർത്തി പോരുന്ന അതിലൊരു ഫാക്ടർ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് MA SEAL എന്നുള്ള ഈ ഒരു കോഴ്സ്. അധികം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അധികമൊന്നും ആയിട്ടില്ല, നല്ലൊരു കോഴ്സ് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ അവരുടെ അക്കാഡമിക് കൗൺസിൽ അലോ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ഫ്രാൻസ് ഈക്വലൻ്റ് ടു +2 ആണ് നമ്മുടെ, കാരണം +2 കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാറ്. സോ അതുപോലെ ഒരു സംഭവമാണ് ഫ്രഞ്ച് ബാക്കലറേറ്റ്. സോ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും MA SEALന് അപ്ലൈ ചെയ്യാം. പിന്നെ അവർ പറയുന്ന കാര്യം എന്നത്തെയും പോലെ 50% മാർക്ക് വേണം നിങ്ങൾ പഠിച്ച വിഷയത്തിൽ. നിങ്ങൾ പഠിച്ച ഏത് സ്ട്രീമാണോ അതൊരു വിഷയമല്ല, പക്ഷേ 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു വിഷയമാണ്. MA SEALനുള്ള എൻട്രിയും ജനറൽ ടെസ്റ്റ് വഴിയായിരിക്കും. അപ്പോൾ MA SEALനുള്ള എൻട്രിയും ജനറൽ ടെസ്റ്റ് വഴിയായിരിക്കും എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യപ്പെട്ട ഒരു കോഴ്സിലേക്കുള്ള ടെസ്റ്റ് ജനറൽ ടെസ്റ്റ് വഴിയാവുമ്പോൾ ജനറൽ ടെസ്റ്റിൻ്റെയും ഇമ്പോർട്ടൻസ് കൂടുകയാണ്. നമ്മളിപ്പം കുറച്ച് യൂണിവേഴ്സിറ്റീസിൻ്റെ ഒക്കെ തന്നെ എലിജിബിലിറ്റീസ് വായിച്ചു, അതിലൊക്കെ ജനറൽ ടെസ്റ്റ് ഇല്ലാത്തൊരു പരിപാടി ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ജനറൽ ടെസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ജനറൽ ടെസ്റ്റ് വഴി ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഒരുപാട് കോഴ്സുകളിലേക്ക് അവരുടെ സ്റ്റുഡൻസിനെ എടുക്കുന്നുണ്ട്. ജനറൽ ടെസ്റ്റ് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് നല്ലപോലെ പഠിച്ച് നല്ലപോലെ പരീക്ഷ എഴുതുക. ജനറൽ ടെസ്റ്റിലൂടെ തന്നെ നിങ്ങൾക്കൊരു കോഴ്സ് കരസ്ഥമാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കും ആ സംശയം വേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഇൻഫോർമേഷൻ ബ്രോഷറിലാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ. സോ നിങ്ങൾക്കും പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു, വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഡൗൺലോഡ് ചെയ്യുക, വായിച്ച് നോക്കുക. നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള അഡ്മിഷൻ ആയിക്കോട്ടെ, കോഴ്സസ് ആയിക്കോട്ടെ, അക്കാഡമിക്സ് എങ്ങനെയാണ്, സ്പോർട്സ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ബ്രോഷർ തന്നെയാണത്. ഇൻ്റഗ്രേറ്റഡ് PGക്ക് ആവശ്യമായിട്ടുള്ള
ഏതൊരു കാര്യവും ഈ ഒരു ബ്രോഷറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് പോയിട്ട് ബ്രോഷർ ചെക്ക് ചെയ്യുക. CUET പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്, കാരണം ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണ് CUET. പക്ഷേ CUETയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി, CUETയിലെ കുറച്ച് കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇനിയും ഒരു ക്ലാരിറ്റി വരാനുണ്ട്. കുറച്ചധികം യൂണിവേഴ്സിറ്റികൾ ഇനി അവരുടെ എലിജിബിലിറ്റി ഒക്കെ റിലീസ് ചെയ്യാനുണ്ട്. അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ ബോർഡ് എക്സാംസ് അടിപൊളിയായി പ്രിപ്പയർ ചെയ്തോളൂ, അടിപൊളിയായി എഴുതിക്കോളൂ. ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റി അവരുടെ എലിജിബിലിറ്റി പുറത്തുവിടുന്നതും ഓരോ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഏതെങ്കിലും CUETയുടെ ഭാഗമാകാൻ നോക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ തന്നെയും ഞങ്ങളത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഏതൊരു ന്യൂസും ഏതൊരു ഇൻഫോർമേഷനും CUETയെ പറ്റിയുള്ളതാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അത് എത്തിയിരിക്കും. സോ നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ +2 പ്രിപ്പറേഷൻ തുടർന്നോളൂ. അതിലൊന്നും ഒരു മടിയും കാണിക്കേണ്ട. കൂടെ CUETയെ പറ്റിയും അവെയർ ആവുക. CUETക്ക് വേണ്ട കാര്യങ്ങളും എടുത്ത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. CUET ചെറിയൊരു എക്സാം അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. മൊത്തം ന്യൂസുകൾ എവിടെ എടുത്തു കഴിഞ്ഞാലും CUET നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 6-ാം തീയതി അപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ തൊട്ട് ഇതിലും വലിയ ന്യൂസുകളും ഇതിലും വലിയ കാര്യങ്ങളുമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ അതൊന്നും നിങ്ങൾ കേട്ട് അമ്പരക്കണ്ട, നിങ്ങൾ പിന്നിലായി പോകുമോ എന്നുള്ള പേടിയൊന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, ഏത് രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും Prepwiseന്റെ ഹെൽപ്പ് ഡെസ്ക് തയ്യാറാണ് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ. അപ്പോൾ അതൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു സംശയം ഏതൊരു നേരത്തും നിങ്ങൾക്ക് Prepwise CUET ഹെൽപ്പ് ഡെസ്കിൽ ചോദിക്കാം, കൃത്യമായ ഉത്തരങ്ങൾ നേടാം. പോരാത്തതിന് Prepwiseന്റെ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി, Prepwiseന്റെ അസിസ്റ്റൻസിനെ പറ്റിയൊക്കെ ഒരുപാട് മനസ്സിലാക്കാം. CUET എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ള കാര്യത്തിലും കൃത്യമായൊരു ധാരണയുണ്ടാകാം. മനസ്സിലുള്ള ഒരു സംശയവും ബാക്കി വെക്കണ്ട. അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോഴും ഏത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് എത്താം. ചാറ്റ് സപ്പോർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാം. നിങ്ങളെ സഹായിക്കാനായി Prepwise CUET ഹെൽപ്പ് ഡെസ്ക് ടീമിലുള്ളത് ഇന്ത്യയിലെ പ്രമുഖ ക്യാമ്പസുകളിൽ നിന്നെല്ലാം പഠിച്ചിറങ്ങിയവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളൂ. CUETയെ പറ്റിയുള്ള ഏതൊരു സംശയവും തീർത്തു തരാൻ ഞങ്ങളുടെ ടീം തയ്യാറാണ്. സോ അധികം സമയം ഞാൻ കളയുന്നില്ല. നിങ്ങളൊക്കെ എക്സാംസിൻ്റെ ഇടയ്ക്കായിരിക്കും. 2 ദിവസം ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞു. സോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് തിരിച്ചു പോവുക. ഞാൻ പറഞ്ഞ ഏരിയാസ്, ജനറൽ ടെസ്റ്റും അതുപോലെ ഇംഗ്ലീഷും ഒക്കെ ശ്രദ്ധിക്കുക, പഠിക്കാൻ ശ്രമിക്കുക ഇതിനിടയിൽ കൂടെയും. എന്ന് വെച്ച് ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് സമയമുണ്ട് അവൈലബിൾ ആയിട്ടുള്ള. ഇപ്പം നിങ്ങൾ ബോർഡ് എക്സാംസ് ഫോക്കസ് ചെയ്യുക. ബോർഡ് എക്സാംസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. സോ CUETയുടെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് ഇനി പുതിയ കോളേജസ്, പുതിയ ക്രൈറ്റീരിയാസ് എല്ലാം വരും. അത് വരുമ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനോടൊക്കെ എല്ലാവരിലേക്കും ഈ ഒരു CUET ന്യൂസുകൾ എത്തിക്കുക. കുട്ടികളെല്ലാവരെയും തന്നെ, +2ൽ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെയും നിങ്ങൾക്ക് അറിയുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷയെപ്പറ്റി അവെയർ ആക്കുക. അവരും എഴുതട്ടെ CUET, അവരും സ്വപ്നം കാണാൻ തുടങ്ങട്ടെ. സോ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇനിയും വരും. Until next time, peace out.